ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് അരീക്കോട്ടിലോട്ടാണ്. ഇന്ന് ഞങ്ങൾക്ക് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ സിനുവിനെയും കുട്ടിനെയും എടുത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും അരീക്കോട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഓൾക്കോളം അമ്മാനെയും അനിയത്തിനെയൊക്കെ കാണാൻ വെച്ചിട്ട് ഓളെയും കയ്യിൽ കൂട്ടി ഇനി ഏതായാലും അത്ര ദൂരം പോകുന്നല്ലേ വെച്ചിട്ട് ഓക്കെ. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ എന്നുള്ളതൊക്കെ കാണിച്ചു തരാം അല്ലേ. അങ്ങനെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ യാത്രയാണ് ഗൈസ്. എന്താ പരിപാടി എന്നൊന്നും എനിക്കറിയൂല. ജസ്റ്റ് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഉണ്ട്, എല്ലാ യൂട്യൂബേഴ്സും ഉണ്ട്, പിന്നെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുഖം കാണിക്കുക, എന്താണ് പരിപാടി എന്നുള്ളതൊക്കെ അവിടെ പോയിട്ട് നോക്കുക അല്ലേ. അപ്പൊ എന്തായാലും ഈ വീടിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കാരണം ആളുകൾക്ക് വെറുക്കൽ തുടങ്ങിയിരിക്കണം, വീട് കണ്ട് 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 മടുത്തിക്കണേ. അതിൽ ഇനിയും ഇന്റർവ്യൂകൾ എത്രയോ ഇറങ്ങാൻ കിടക്കുന്നുണ്ട്. ഇന്റർവ്യൂസ് ഒക്കെ കുറെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഒക്കെ നല്ല രീതിക്ക് ഹൗസ് വാമിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര വൃത്തിയിൽ തന്നെ, എന്തുകൊണ്ട് അതായത് ഫുഡ് കൊണ്ടാണെന്നുണ്ടെങ്കിലും ആൾക്കാരുകൊണ്ടാണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും റാഹത്തായിട്ട് നടന്നു എന്നുള്ളതാണ്. അപ്പം എന്തായാലും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും നിലവിലില്ല. ഫിനാൻഷ്യലി പ്രശ്നങ്ങളുണ്ട്, അതിപ്പോൾ എന്തായാലും ഒരു ഹൗസ് വാമിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഉണ്ടാവുന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ലാതെ വേറെ കുഴപ്പങ്ങളോ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമല്ല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, എല്ലാവർക്കും സൂക്കടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം റിക്കവറായി, നമ്മളൊക്കെ ഓക്കെ ആയി. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഇന്നലെ നമ്മളെത്തിയിട്ട് ബാക്കി കാണാം. കാട്ടണേ എന്തൊക്കെ കാട്ടണേ ചുട്ടേ എന്നാ എൻ്റെ അമ്മൻ്റെ കൂടി എത്തിന് നമ്മളിപ്പോ ഗൈസ്. ഇതാണ് കുറ്റോളി. കുറ്റോളി കൂടെ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഇനി കുറ്റോളിയിൽ നിന്ന് നമ്മൾ തിരിയും അല്ലേ അല്ലേ. ഞങ്ങൾ വേഗം വരാട്ടോ, റിട്ടേൺ വരുമ്പോ കൊണ്ടുവരാൻ വരാട്ടോ സുട്ടെ. ആ അതിനെ ഇടയ്ക്കൊരു പൊട്ടക്കടി ഉണ്ട് കുട്ടിക്ക്. ഇങ്ങോട്ട് പോട്ടെ. അപ്പൊ നമ്മൾ എവിടെ എത്തി? നമ്മൾ ഇവിടെ എത്തി ഗൈസ്. എന്നാ ഇറങ്ങിക്കോളി. അപ്പൊ ഞങ്ങക്ക് തീരെ സമയമില്ല. ഞങ്ങക്ക് ഉദ്ഘാടനത്തിൻ്റെ അടുത്ത നേരം നല്ലോണം വൈകിക്കണ്. 4 മണിക്ക് പറഞ്ഞത് ഇപ്പോൾ സമയം 5 മണിയായി. അപ്പോൾ ഇവിടെ ഇറക്കിയിട്ട് വിടുകയാണ് ഗൈസ്. ഇറങ്ങിക്കോ ഞാൻ വരും കുളിക്കാട്ട് വരുമ്പോൾ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ സിനുവിനെ ഇറക്കി നമ്മൾ പോവുകയാണ്. ആൾക്കാർ വരുന്നേ. സ്നേഹത്തോടു കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുകയാണ്. മുമ്പേ പകരം നമുക്ക് ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് സോഷ്യൽ മീഡിയയിൽ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട നോക്കൽ എന്തായാലും അവർ സ്നേഹത്തിലൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. സോഷ്യൽ മീഡിയ ഒരു വലിയൊരു എന്താ പറയാ, ഒരു ആവേശം മാത്രമല്ല, അതിനൊപ്പം സ്നേഹത്തിന് വലിയൊരു ഘടകങ്ങളെ കാണിച്ചതിലേക്ക് നോക്കൽ മുമ്പ് എന്തായാലും സന്തോഷം. ഒരുപാട് നല്ല മുഹൂർത്തങ്ങളൊക്കെ സമ്മാനിക്കുന്ന വ്യക്തിയാണ്. കൂടെ ഉണ്ടായിട്ടുണ്ടല്ലേ, സമയത്ത് ഉണ്ടായിട്ടുണ്ട് ഓർമ്മ. എന്തായാലും സന്തോഷം. അദ്ദേഹത്തിനുള്ളൊരു നമ്മുടെ മനോഹരമായ ഗിഫ്റ്റ് പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് സമ്മാനിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ സിനുവിൻ്റെ വീട്ടിലെത്തി. നമ്മൾ പിസ്തയും ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. സിനു വരുന്നില്ല അല്ലേ? എന്തേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ 2 ദിവസം ഞാൻ ഇവിടെ നിൽക്കട്ടെ നിന്നോന്ന് പറഞ്ഞേ. 2 ദിവസം ഇവിടെ നിൽക്കട്ടെ എന്ന് വെച്ചാൽ ആദ്യം നിന്നോന്ന് പറഞ്ഞേ. ഏതായാലും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് നിൽക്കണം എന്ന് പറഞ്ഞു. നമ്മളങ്ങനെ സിനുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മളിപ്പോൾ മോളും ഓളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഓലെ ഏതായാലും നമുക്ക് അരീക്കോടാണ് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടാണ് ഇംതിയാസ്. അപ്പോൾ ഒരു പ്രോഗ്രാം വെച്ചപ്പോൾ നമ്മളെന്തായാലും അതിൽ പങ്കെടുക്കാന്ന് വെച്ചാൽ നമുക്ക് എത്താൻ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മളെന്തായാലും അറ്റൻഡ് ചെയ്ത്. അപ്പോൾ ഏതായാലും അരീക്കോടാകുമ്പോൾ ഓള് വീടിന് അവിടുന്ന് കുറച്ചേ ഉള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ പോരാണെങ്കിൽ പോകുന്ന എൻ്റെ ഉമ്മനെ കാണാമെന്ന് പറഞ്ഞിട്ട് ഓളെയും കുട്ടീനെയും കൂട്ടിയിട്ട് ഇറങ്ങിയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ
ദിവസം നിക്കണം എന്ന് പറഞ്ഞ്. പിന്നെ പറഞ്ഞ് അപ്പോഴേക്ക് ഞാൻ വേറെ കുറെ ഒക്കെ പ്ലാൻ ചെയ്തു, 2 ദിവസം നിൽക്കല്ലേ, അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് തിരിയാന്ന് ഞാൻ ആലോചിച്ച് നിൽക്കുമ്പോ അപ്പൊ ഓൾക്ക് മനസ്സിലായി ഇവരെന്തോ പ്ലാൻ ചെയ്യണം. അപ്പൊ ഞാൻ വരാന്നായി. അപ്പൊ പിന്നെ ഓലെ എങ്ങനെയല്ല അവിടെ നിർത്താനുള്ളൊരു പ്ലാൻ ആയപ്പോ ഓള് പിന്നെ ഞങ്ങളുടെ ഒപ്പം വരാൻ തന്നെ നിൽക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തൽക്കാലം ഞാൻ അവിടെ ഗൈസ് നിർത്തി. എന്തൊക്കെ ഒപ്പിച്ച് കൂടി ചാർജറൊക്കെ ഇല്ല എന്നുള്ള അവസാനം പറഞ്ഞ് എന്റെ കാറിന്റെ ചാർജർ വരെ ഊരി കൊടുത്തിട്ടാണ് ഞാൻ പോരുന്നത്. വേറൊരു കാര്യം കൊണ്ട് ആണുങ്ങളെ പെണ്ണുങ്ങളിപ്പോ ഒരിക്കലും പറയരുത്, ഒരിക്കലും പറഞ്ഞ അപ്പൊ മനസ്സിലാവും. ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞാ നമുക്കിപ്പോ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പറയണം, പോണോ വേണ്ടേ ആ ഒരു ഡൗട്ടില് പറയണം. അപ്പൊ പറയില്ല ഞാൻ പൊയ്ക്കോട്ടെ വയ്ക്കും, അല്ല ഇജ്ജ് പൊയ്ക്കോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു പിന്നെ പോവില്ല. അത് മനസ്സിലായി. ഇനിയിപ്പോ അങ്ങനെ തന്നെ. ഓക്കെ, അപ്പൊ എന്തായാലും അവരവിടെ നിന്നു. സംഭവം മോളില്ലെങ്കിൽ ചെറിയ പ്രശ്നമാണ്. മോള് എന്താന്ന് വെച്ചാൽ മോളിലെ കളിയും ചെറിയ ഇങ്ങനെ അതൊരു വീട് ഉറങ്ങി വരും. എന്തായാലും ഏതായാലും ഇതുവരെ വന്നല്ലേ 2 ദിവസം നിന്നോട്ടെ. ഇവരിപ്പോ പെട്ടെന്ന് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഓൽക്കിന് ഒരു ഇടങ്ങേറ് വേണ്ട അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ എന്തായാലും വന്ന പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് നടന്നു. അധികം വിഷ്വൽസ് കാര്യങ്ങൾ എനിക്കെന്ന് വെച്ചാൽ വല്ല പരിപാടിക്കും പോയി കഴിഞ്ഞാല് അവിടുന്ന് വിഷ്വൽസ് എടുക്കാൻ ഒന്നാമത് മടിയാ. കാരണം ചിലവര് ഇഷ്ടമുള്ളവരുണ്ടാവും, അതില് ഇഷ്ടമല്ലാത്തവരുണ്ടാവും, പെണ്ണുങ്ങളുണ്ടാവും. അപ്പൊ നമ്മുടെ വീഡിയോസ് തന്നെ അധികം ഇടല്. അപ്പൊ കൂടുതൽ ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ക്യാമറയും പിടിച്ച് തൂക്കി നടക്കുമ്പോ അതൊരു പ്രൊമോഷൻ വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓല് നമ്മളെ വിളിച്ചിട്ട് നമ്മൾ പോയി ചെയ്യണം. ചിലപ്പോ നമ്മൾ എടുക്കണ ഒരു 10 സെക്കൻഡ് ഷോട്ട് ഉണ്ടാവുള്ളൂ, ഇതിലാ ഓല് കുടുങ്ങുക. ഓർക്ക് ആരും പൊരുത്തല്ലാത്ത ഒരു സാധനം അത് ചിലവർക്ക് ഇതിൽ നിൽക്കാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നമ്മളതിൽ പെട്ട് കഴിഞ്ഞാൽ മനസ്സിൽ വന്ന് വിചാരിക്കുമല്ലോ, ഇന്നെ പെടുത്തിന്ന് എന്തിനാ അതിന് നിൽക്കണെന്ന് വെച്ചിട്ട് ഞാൻ അധികം ഒന്നും വിഷ്വൽസ് ഒന്നും എടുക്കലില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് ഒക്കെ ഭംഗിയായിട്ട് നടന്നു. അപ്പൊ അരീക്കോട്ട് നിന്നും പിന്നെ അവരവിടെ ആക്കി ഞങ്ങൾ വീണ്ടും നാട്ടിലോട്ട് തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം അല്ലേ?